aunt's old house and we're shifting something into my new house. Oh, so let's go to Ivan's new house. Yeah! അപ്പോൾ അതെ നിങ്ങളെ വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരായിരുന്നു ഇൻട്രോ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് സൂചിപ്പിച്ച് നിർത്തിയായിരുന്നു ജോയിയുടെ ലിപ്സി. നമ്മുടെ അറിയാത്തവർക്ക് നമ്മുടെ ഒരു അളിയനും സിസ്റ്ററുമാണ്. അപ്പോൾ അവർ നോട്ടിഹാം, ഞങ്ങൾ ലെസ്റ്ററിലാണ് ഇപ്പോൾ UK. അപ്പോൾ അവരുടെ ഓൾറെഡി ഒരു വീടിൽ നിന്നും താമസം ഉണ്ടായിരുന്ന അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറാണ്. വീടെന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസിലാണ്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങൾ, ഒപ്പം അവിടുത്തെ അവരുടെ രണ്ടാമത്തെ മകൻ്റെ ബർത്ത്ഡേ, എസക്കിയുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഒരു മലയാളി കൂട്ടത്തെയൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഒപ്പം അവരുടെ ചെറിയ ആഘോഷം, സെലിബ്രേഷൻ, ഒപ്പം അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ വീട്, ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പത്തിൽ തന്നെ നമ്മൾ ഒരു സാധാരണക്കാരന് ഇവിടെ വരുമ്പോൾ വരുന്ന കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സത്യൻ അന്തിക്കാട് സിനിമയിലെ ജീവിതങ്ങൾ പോലെ നമ്മളുടെ കുറേ കാര്യങ്ങൾ, ജീവിത ചെലവുകൾ, അത് ഇതൊക്കെ നമ്മൾ പറയുന്നത്, അതൊക്കെ നമ്മൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വീഡിയോ ഹലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരു വീട് ഒന്ന് മാറേണ്ടി വന്നു. ഒരു 1 year കോൺട്രാക്റ്റ് ആയിരുന്നു അത് മാറി. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീടിൻ്റെ ഇത് കാണാം. പഴയ വീടിൻ്റെ വീഡിയോ ഞങ്ങൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീട്, ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇത് ടെറസ്ഡ് ഹൗസാണ്, എൻ ടെറസ് എന്ന് പറയും. കാരണം ഈ ഒരു ലൈനിൽ വരുമ്പം ഏറ്റവും ലാസ്റ്റത്തെയാണിത്. ഫസ്റ്റത്തെയാണിത്. ഈ സൈഡിൽ നിന്ന് ഫസ്റ്റത്തെയാണ്, ആ സൈഡിൽ നിന്ന് ലാസ്റ്റത്തെയാണ്. അപ്പോൾ ഇതാണ് ഇത്. പിന്നെ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്പിന്നിങ് ഡ്രൈവ് എന്ന് പറയും. അത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഞാൻ വർക്ക് ചെയ്യണ ഹോസ്പിറ്റൽ. എനിക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഇവിടുന്ന്, സിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ അത് ഭയങ്കര എളുപ്പമായി എനിക്ക് അത് കാരണം കൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ ആര് വന്നാലും കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നൊരു ഏരിയ ആണിത്. നല്ല ക്വയറ്റ് ഏരിയ ആണ്, ഒരു സൈലന്റ് ഏരിയ. അതന്നെ, ആദ്യത്തെ വീടിന്റെ ഭയങ്കര പീസ്ഫുൾ ആണ്. നമുക്ക് വീടിന്റെ അകം ഒന്ന് കാണാൻ ചെറുതായിട്ട്. ഞങ്ങളിപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് എന്താ പറയണ അറേഞ്ച്മെന്റ്സ് ഒന്നും കറക്റ്റായിട്ടൊന്നും ഇല്ല ഇവിടെ. അപ്പം ഇതൊരു 3 bedroom വീടാണ്, 2 toilet ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് കയറി വരുമ്പോഴുള്ളൊരു ഏരിയ. അതിൻ്റെ അപ്പുറത്ത് ലിവിങ് റൂം ഉണ്ട്. പിന്നെ ഇവിടെ കയറി വന്നതിൻ്റെ ആ സൈഡിലായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമ്മുടെ ഹീറ്റിംഗ് സിസ്റ്റം അത് ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മുകളിലെല്ലാ റൂമിലും ഉണ്ട്. ഈവൻ ടോയ്ലറ്റിൽ പോലും ഉണ്ട് ആ സംഭവം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അകത്ത് നമുക്ക് അതിനെ തണുപ്പൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ലിവിങ് റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫർണിച്ചറൊന്നും ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് മൂവ് ചെയ്തിട്ടുള്ളൂല്ലോ. അതുകൊണ്ട് ഇതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഒരു യാർഡുണ്ട്. കുറച്ചകത്ത് കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യാർഡ്, പിള്ളേർക്ക് കളിക്കാനും. പഴയ വീട്ടിൽ അത്ര സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ അതൊരു നല്ല ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നിയത്. കാര്യം തണുപ്പാണ് ഇപ്പോ, പക്ഷെ സമ്മറിന്റെ സമയത്ത് പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല ഒരു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സമ്മർ ആയി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം സമ്മർ ആയി കഴിയുമ്പോൾ പിള്ളേർക്ക് കളിക്കാനും നല്ല ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബാർബിക്യൂ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഈ ഒരു ആംബിയൻസിലേക്ക് നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല പച്ചപ്പാണ്, നാട്ടിലൊരു ഫീലാണ് നമുക്ക് ഇതില് ഇങ്ങനെ കിട്ടണത്. പഴയ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം പഴയ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കിലും ഇങ്ങനെ ഒരു അതായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്കൊന്നും കളിക്കാനൊന്നും ഒരു ഇതുണ്ടായില്ല. ഇത് കണ്ട നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഫുള്ളും നമ്മളുടെ ഒരു പ്രൈവസി ഉണ്ട് ഇവിടെ. കണ്ട ചുറ്റും ഇതിങ്ങനെ കെട്ടിയേക്കാണ്. അപ്പൊ ഇത് നമ്മുടെ വീടിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ സംഭവം. നമ്മുടെ കിച്ചൺ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം ഒരു മോഡേൺ ലുക്കൊക്കെ ഉള്ള ഒരു കിച്ചണാണ്. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാസ് അല്ല, ഇലക്ട്രിക്കലാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുക്ക് ചെയ്യണതിന് എന്താ പറയണേ ഫാസ്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്താണ്,
പക്ഷെ അല്ല, ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോ UK പുതിയ വീടുകൾ വന്ന എല്ലാം മീൻസ് ഗ്യാസ് അല്ല, ഇലക്ട്രിക്കൽ ബേസ് ആണ്. കാരണം ഒരു സെക്യൂരിറ്റിക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് എടുത്തുകൊണ്ട് ഗ്യാസ് കുറച്ച് വരാണ്. അപ്പൊ ഇനിയുള്ള വീടുകളെല്ലാം നമുക്ക് ഈ ഇലക്ട്രോണിക്സിന്റെ കറണ്ടിന്റെ ഹീറ്റിംഗ് ഇതായിരിക്കും എല്ലാ വീടുകളിലും ഉണ്ടാവുന്നത്. പിന്നെ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടായിട്ട് മാത്രമേ തരുള്ളൂ. അതിൻ്റെ ഉള്ളിലെ എക്യുപ്മെന്റ്സ് മീൻസ് കിച്ചണിലാണെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങണം. അപ്പൊ ഇതിപ്പോ ഞങ്ങള് വാങ്ങിച്ചൊരു ഫ്രിഡ്ജാണ്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഒരു സൈഡ് ഫുള്ളും ഫ്രീസറും ഒരു സൈഡ് ഫുള്ളും ഫ്രിഡ്ജും ആയിട്ടുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഇത് മറ്റേ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് നോക്കണ്ട കേട്ടോ. ഇത് ഈ സൈഡ് ഫുള്ളും നമുക്ക് ഫ്രിഡ്ജും പിന്നെ ഈ സൈഡ് ഫുള്ളും ഫ്രീസറുമാണ്. അങ്ങനെ അത്യാവശ്യം നല്ല എല്ലാ സാധനങ്ങളും തന്നെ കൊള്ളണ ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നമുക്ക് കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണത്. അപ്പോൾ നമുക്കിവിടെ കിച്ചണിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നാലും നമുക്ക് പെട്ടെന്ന് കാണാനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾ മേടിച്ച വീടല്ല, ഞങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങൾ മേടിച്ചതെന്നല്ല. പക്ഷെ ഒരു ഡ്രീം ഹൗസ് ആണ് ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. എന്തായാലും ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. സൂചിച്ചപോലെ നമ്മുടെ ഹീറ്റിങ്ങിന്റെ ഒരു കൺട്രോളിങ് പാനലാണിത്. അതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. ചില വീട്ടിൽ ഡയറക്റ്റ് ആയിരിക്കും, ചില വീട്ടിൽ ഇത് കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ ചൂട് കൂടുതൽ വേണമെങ്കിൽ കണ്ടു. ഇനി ഇവിടെ UK എല്ലായിടത്തും റൂമുകളൊക്കെ മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ റൂമിന്റെ കാഴ്ചകളോടെ നമുക്ക് കാണാം. ഇവിടെ ഈ വീട് 3 ബെഡ്റൂം വീടാണ്. റൂമിന്റെ ഏരിയ ഇവിടെ 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ബെഡ്റൂമിൽ കാണാം. ഇതാണ് മെയിൻ ബെഡ്റൂം. ഇവിടുത്തെ ഫർണിച്ചർ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല. ഇവിടെ റൂമിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയണ ഒരു ഷെൽഫൊക്കെ വന്നതാണ്, വാങ്ങിക്കണം. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഞങ്ങള്. അപ്പം പിങ്കി ഇവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. പിങ്കി ഉറങ്ങിക്കാണ്. അപ്പം അങ്ങനെ പിന്നെ വേറെന്താണ് ഇവിടെ ഈ റൂമിന്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിച്ചണിൽ നിന്ന് കാണുമ്പോൾ കാണുന്ന പോലെ തന്നെ വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര വെയിലല്ലേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് കേട്ടോ. മെയിൻ ടോയ്ലറ്റ് അവിടെ താഴത്തേക്കാളും കുറച്ചുകൂടെ വലുതാണ് ഇവിടെ. എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. നമുക്കിത് 2 ബെഡ്റൂം ഇവിടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇത് ജസ്റ്റ് ഒരെണ്ണം പറഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ വളരെ ഭംഗിയായിട്ട് കാണാം. എല്ലായിടത്തും ഇതേപോലെ എല്ലാ സൈഡും കാഴ്ചകൾ കണ്ടിങ്ങനെ ആസ്വദിക്കാം. നമുക്ക് നമ്മുടെ യാർഡാണ് കാണുന്നത്. പഴയ വീട്ടിൽ അങ്ങനെ ഒരു സൗകര്യം നമുക്ക് കുറവായിരുന്നു. കാരണം വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഏതൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഈ വീടിന് കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയാനായിട്ട് ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 90,000 രൂപയാണ് ഇതിന് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ വീടിൻ്റെ കൗൺസിൽ ടാക്സ്, പിന്നെ വാട്ടർ, ഇലക്ട്രിസിറ്റി, പിന്നെ നമുക്കതല്ലാണ്ട് വൈഫൈ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഏകദേശം 1,30,000 രൂപ മാത്രം നമ്മുടെ വീടിന് വേണ്ടി പോകും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഭയങ്കര ചെറിയൊരു സ്ട്രഗിളാണ് വരുമ്പോൾ. കാരണം ഒരാൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നാണ് ഈ പറഞ്ഞ 1,30,000 നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോണത്. പിന്നെ അതിന്റെ പ്രത്യേകത വേറെ എന്താന്ന് വെച്ചാൽ ഈ ആൾക്കാർ അവിടെ നിന്ന് നോക്കണവർ ഇവിടെ നമ്മള് പണം ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ വരുമ്പോൾ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇച്ചിരി സ്ട്രഗിളിങ് ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ട് നെഗറ്റീവ് അല്ല അത്. കാരണം എല്ലാവരും വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. പിന്നെ ഒരു 5-6 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് അത്യാവശ്യം സെറ്റിൽഡ് ആവും എല്ലാവരും. കാരണം ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്ക് എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ തീരും. അതുപോലെ തന്നെ എന്താ പറയുക, സ്വന്തമായിട്ടൊരു വീട് മേടിക്കാനൊക്കെ ആൾക്കാർ 2 വർഷം കഴിയുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യണവരുണ്ട് കേട്ടോ. അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്ക് അങ്ങനെയൊക്കെ നോക്കി തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ തീർന്നു.
ഇനി വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എസക്കുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 2-ാം തീയതി. അപ്പം അന്ന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ല, കാരണം പിള്ളേർക്കൊക്കെ സ്കൂളുള്ള ദിവസമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മാർച്ച് 5-ാം തീയതി സാറ്റർഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഇതൊരു ആഘോഷം ഉണ്ടായില്ല. കഴിഞ്ഞ 1-ാം ബർത്ത്ഡേ UK-ലായിരുന്നു. ഒന്ന് ഞങ്ങൾക്ക് വീടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല, ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. പിന്നെ കോവിഡും കാര്യങ്ങളും റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷമമായിരുന്നു ഞങ്ങൾക്ക്. ഒരു വിഷമം ആയിരുന്നു. അപ്പൊ അത് കാരണം പിന്നെ ഈ തവണ അത്യാവശ്യം ഞങ്ങളുടെ സുഹൃത്തുക്കളും കാര്യങ്ങളെ കുറിച്ച് ആഘോഷിക്കാന്ന് വിചാരിക്കണോ. അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോകളും നിങ്ങൾ ഇതിന്റെ കൂടെ നമ്മള് വീടിന്റെ കാഴ്ചകള് ഇത്രയും മനോഹരമായൊരു വീടാട്ടോ. എനിക്ക് വീടും ഈ ഏരിയ ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ വീട് ഇപ്പൊ കണ്ടപ്പോ എനിക്ക് തോന്നണം ഇത് ഇവര് സ്വന്തമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അപ്പൊ ഇതുപോലൊരു വീട്ടിലേക്ക് എത്തപ്പെട്ടെന്ന് ഞാനും ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഉള്ളത് ബർത്ത്ഡേയുടെ ഒരു കളർ വൈബായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം പറഞ്ഞ കുറെ നാളായി നമ്മളൊരു ആൾക്കൂട്ടം കണ്ടത്. ഇപ്പൊ ആദ്യം ഈ വീട്ടിൽ വെച്ച് ഇവർ ആഘോഷിക്കാന്ന് വിചാരിച്ചത്. പിന്നെ ഇവർ വിളിച്ചു വന്ന് ഇപ്പൊ 10-60 പേരായി. അപ്പൊ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഹാള് ഇവർ കിട്ടിയിട്ടുണ്ട്. ആ ഹാളിലാണ് ബാക്കി നമ്മൾ ആൾക്കാരെ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ ഒരു അവസരമാണ് എനിക്ക്. പിന്നെ നമ്മൾ ഒരു ആഘോഷം കൂട്ടിയിട്ടും കുറേ നാളായി. പിന്നെ ജോയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടൊരു കളറാണ്. ഇനി ആ കാഴ്ചകളിലേക്ക് പോകും. എല്ലാ സൗഭാഗ്യങ്ങളിലും സന്തോഷങ്ങളിലും നമ്മളെല്ലാവരും ഒരുപോലെ പങ്കുചേരുന്നു. നമ്മുടെ കുഞ്ഞുമോന് ബർത്ത്ഡേയുടെ ആഘോഷപ്രകാരം നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്ന് 1 മിനിറ്റ് നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ആ ഒരു മൂഡിലോട്ട് നമ്മൾ കടന്നു. നമ്മുടെ തുടക്കത്തിൽ തന്നെ സംസാരിച്ചത് നമ്മുടെ നോട്ടിഹാമിലുള്ള മുദ്ര എന്ന ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സേവറേട്ടനാണ്. അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ നർമ്മം കലർത്തിക്കൊണ്ട് നമ്മുടെ ഒരു പാർട്ടി മൂഡിലോട്ട് എല്ലാവരും എത്തിച്ച് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞു. അത്യാവശ്യം ജോയിനൊക്കെ കയറ്റി അടിച്ചു. അത് കേട്ടപ്പോൾ ജോയിൻ കോരി തിരിച്ചു. പിന്നെന്താ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ അവരുടെ ഒരു സന്തോഷം. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം 2 വർഷത്തോളമായി ഞാൻ അടക്കം ഒരു നല്ലൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട്. ഇത് ഒരു 60-70ഓളം ആൾക്കാരുടെ ഒരു പരിപാടിയാണെങ്കിൽ പോലും ഇത്തരം ഒരു പരിപാടി പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷം നീണ്ട ഒരു കാലയളവിന് ശേഷമാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. പിന്നെ ഇത് കളർഫുള്ളായിട്ട് ഇവിടെ ഓരോരോ പരിപാടികൾ സൈഡിൽ കൂടെ നടക്കുന്നു. ജോയുടെ ബിരിയാണി അവിടെ പൊട്ടിക്കാൻ പോകുന്നു. പിന്നെ ഇത് നമ്മുടെ വന്നിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവർ നല്ല നേരം പോക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കലവില കൂട്ടമായിട്ട് ഒരുപാട് കാപ്പിരിക്കുപ്പിരി, അവരുടെ ഓട്ടം, ഒച്ചപ്പാട്, ബഹളം, എന്താ പറയുക, മൊത്തത്തിലൊരു രസമാണ്. നമ്മൾ കുറേ നാളിന് ശേഷം ഇങ്ങനൊരു ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവരുടെ ഈ സംഘടനയൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഒരു വലിയ ഇവൻറ്റും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. അപ്പോൾ നമ്മുടെ നോട്ടിഹാമിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മുദ്ര എന്ന് പറഞ്ഞ സംഘടനയായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. മലയാളികളുടെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് അതിൽ ഭാഗമാകാൻ സാധിക്കും. ഇതിൻ്റെ കലവറ അത് എവിടെയാണ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് ബിരിയാണിയാണ് സംഭവം. നോക്കുക, ചിക്കൻ ബിരിയാണിയാണ് സ്പെഷ്യല്. ഇത് നമ്മൾ കുറച്ച് ലിവർ എടുത്തിട്ടോ. ഇതാണ് അടിപൊളിയായിരുന്നു. ജോയിയുടെ ബിരിയാണി അടിപൊളി, എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി, സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? സൂപ്പർ. എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി, ഫുഡ് പരിപാടികളൊക്കെ? പ്രത്യേകിച്ച് ജോയിയുടെ ബിരിയാണി അടിപൊളിയാണെങ്കിൽ അടിപൊളി പറഞ്ഞോ, എന്റെ കുഴപ്പം ആണല്ലേ. അപ്പൊ എൻജോയ് ചെയ്യും. ഇപ്പൊ കൊറോണ കാലൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേ പാർട്ടി കൂടുന്നത്. നമ്മൾ കൂടിയിട്ട് ശേഷം ഇനി നമ്മുടെ ജോയിച്ചേട്ടൻ്റെ ബിരിയാണി ആയിരുന്നു. ജോയിച്ചേട്ടൻ്റെ ബിരിയാണി പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. സെറ്റ് സാധനമാണ്. പിന്നെ നമ്മുടെ ഇനി വരാൻ പോണത് കൊറോണ കാലം കഴിഞ്ഞതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ ആഘോഷമായിട്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പായിട്ട് ഇതൊരു ചെറിയ തുടക്കമായിട്ട് നമ്മൾ കരുതുന്നത്. മുത്തേടൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായി, കൊച്ചിൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായി ഞങ്ങളെല്ലാവരും കൂടി ചുമ്മാ ഒന്ന് കൂടിയേക്കുവാണ്. ഒത്തിരി നാളായി കൊറോണ അതും ഇതൊക്കെ ആയിട്ട് കൂടാൻ പറ്റിയില്ല.
മുത്തേടന്റെ കൊച്ചിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ ആണല്ല ട്രിപ്പിൾ ആണല്ലേ? ട്രിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ബോസ്കോ ഉണ്ട്. ബോസ്കോ നാട്ടിലെ വലിയൊരു പ്രമാണിയും രാഷ്ട്രീയ പ്രവർത്തകനും ചങ്ക് ബ്രോയാണ്. കളരി ആശാനാണ് ഞങ്ങളുടെ ജിബിയാശാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ബിസിനസ് എംപയറാണ്. പുള്ളി അതുപോലെ തന്നെ പുള്ളി കളമശ്ശേരി ഒരു എത്ര 5, 6, 7, 8 എനിക്കറിയത്തില്ല എത്രയാണ്. 8 സ്വന്തമായി പോസ്റ്റ് ഓഫീസ് ചുമ്മാറല്ല, ഒറിജിനൽ ആയിട്ടുള്ളതാ പുള്ളിക്ക് പോസ്റ്റ് ഓഫീസ്. പിന്നെ പാവപ്പെട്ടവനായ ഞാനും കൂടി ഉണ്ട്. എൻ്റെ പേര് സേവിയർ. സൂരജ് ഭായ് ഞങ്ങളുടെ ചങ്ക് പ്രോ കലാകാരനാണ്. പിന്നെ നമ്മുടെ ചെയർമാൻ, നമ്മുടെ സംഘടനയുടെ ചെയർമാനാണ് സഞ്ജു കിടുവോ. സഞ്ജു ഇച്ചോടെ കഴിയുമ്പോൾ ഇച്ചോടെ കിടുവാവും. പിന്നെ നമ്മുടെ സിൻഡോസിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ടവനാണ്. പുള്ളി മുതലാളി. ഇവിടെ UK നോട്ടിയാമിൽ 25 വീടുണ്ട്. ഞങ്ങളത് 100 ശ്രമത്തിലാണ്. പുള്ളിയുടെ പേരിലൊന്നും ബാക്കി 24 ബിനാമി. പിന്നെ നമ്മുടെ പീട്ടേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പീട്ടറിനെ കുറിച്ച് എന്നാ പറയണ്ടേ? നാട്ടിലെ കുബേരൻ, ഒറ്റ മകൻ. എന്നാ പറയുന്നത്, ഇയാൾക്കുള്ള സ്വത്ത് ഇയാൾക്ക് പോലും അറിയാൻ പാടില്ല. അതാണ് അയാളുടെ പ്രശ്നം. സ്വന്തമായി റെയിൽവേ സ്റ്റേഷനുള്ള ആളാണ്. പിന്നെ നമ്മുടെ ജിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ക അടിപൊളി കലാകാരനാണ്. സൗദിയിൽ പോലുള്ള കലാകാരനാണ്. ഞങ്ങളുടെ ചങ്കാണ്, മുത്താണ്. UK മാവേലിയാണ്. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അളിയൻ, ഈ കൊച്ചിന്റെ അപ്പൻ. പ്രായമാണ് പുള്ളി, ക്ലീൻ ഷേവ് ചെയ്ത് നരപ്പിച്ച് കറുപ്പിച്ചേക്കണാണ്. ആക്ച്വലി നല്ല പ്രായമുണ്ട്. തന്നെയല്ല അവൻ 2ാമത് അച്ഛനായി. ആദ്യം ഒരു പ്രാവശ്യം അച്ഛനായി, പിന്നെ അടുത്ത കൊച്ചിന്റെ അച്ഛനായി. അപ്പം വയസ്സിലാണ്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടിപൊളിയായിട്ട് മുത്തേടൻ ഗ്രൂപ്പിലും കൊച്ചിനും ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരോടും ഒരു നന്ദി മാത്രം പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇതുവരെ സാധിച്ചു. അപ്പോൾ ഇനിയും നല്ല വിശേഷങ്ങളും നല്ല നല്ല ജീവിത മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളോട് വിടവാങ്ങുന്നു.